നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലഞ്ഞിക്കോട് പാലമാണ്. ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് 6 വർഷമായി, പക്ഷേ ഇതുവരെയായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. പണി തുടങ്ങി 6 വർഷമായിട്ടും ഇരുകരകളെ മുട്ടാതെ ഇലഞ്ഞിക്കോട് പാലം. നെടുവത്തൂർ എഴുകോൺ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പണി നിലച്ചിട്ട് വർഷം 1 കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 1.40 കോടി രൂപയ്ക്ക് കരാർ നൽകിയ പാലത്തിൻ്റെ പണി 2018 തുടങ്ങിയത്. തുടക്കം മുതൽ തന്നെ പണിക്ക് ഒച്ചിഴയും വേഗതയായിരുന്നു. കഷ്ടിച്ചു 3 മീറ്റർ മാത്രം വീതിയുള്ള ചെറിയൊരു തോടിന് കുറുകെയാണ് പാലമെങ്കിലും ഇരുവശവുമുള്ള ഭൂമി കുത്തനെ ഉയർന്നതിനാൽ പാലത്തിന്റെ തൂണുകളുടെ രൂപരേഖ മാറ്റുകയും ഉയരം കൂട്ടുകയും ചെയ്തിരുന്നു. തൂണുകളുടെ പണി ഏതാണ്ട് പൂർത്തിയായതോടെ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു. പുത്തൂർ ആനക്കോട്ടൂർ റോഡിൽ നിന്നും എഴുകോണിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണ് ഈ പാലം. എഴുകോൺ പോളിടെക്നിക് കോളേജിലേക്കും ഇലഞ്ഞിക്കോട് ഭാഗത്തു നിന്ന് പുല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും വേഗത്തിലെത്താൻ ഈ പാലത്തിലൂടെ കഴിയും. അതേസമയം കരാറുകാരന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് പണി വൈകാൻ കാരണം. നമുക്ക് സമീപവാസികളോട് അഭിപ്രായം ചോദിക്കാം. ഇപ്പോൾ ഞങ്ങളെക്കാട്ടും കൂടുതൽ അറിയ പാലത്തിനെ കുറിച്ചിട്ട് ചേട്ടന്മാർക്കാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്? ഇത് 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. എഴുകോണും നെടുവത്തൂരും പവിത്രേശ്വരവും. പക്ഷേ ഇതിൻ്റെ പണി യഥാർത്ഥത്തിൽ 95 മുതൽ തുടങ്ങിയതാണ്. 3 വട്ടം ടെൻഡർ ഇട്ടു. 4ാമത് ഈ ഇടയ്ക്ക് ടെൻഡർ ഇട്ടു. അതാരും എടുത്തില്ല. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പര്യാപ്തമായൊരു ഫണ്ടല്ല ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം എൻ്റെ ഒരു കാണും. മിക്കവാറും കോൺട്രാക്ടർമാർ ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ്. ഇത് പെട്ടെന്ന് പുല്ലാമല കയറാനുള്ള എളുപ്പ വഴിയാണ് ഇത്. അവിടെ പുല്ലാമല ആരോഗ്യ കേന്ദ്രത്തിൽ പോകാൻ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ ഓട്ടോ വിളിച്ച് 6 കിലോമീറ്റർ 7 കിലോമീറ്റർ കടന്നാണ് പുല്ലാമല ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നത്. ഇവിടുന്ന് കൊച്ചു കുട്ടികൾ ഇലഞ്ഞിക്കോട് LP സ്കൂളിൽ പോകണം തന്നെ അതും കറങ്ങിയാണ് പോകുന്നത്. ഈ പാലം റെഡിയായാൽ ഇതിലെ പെട്ടെന്ന് ഷോർട്ട് കട്ട് കയറി LP സ്കൂളിൽ പോകാം. അത് കഴിഞ്ഞ് പോളിടെക്നിക് സ്കൂളിൽ പോകുന്ന കുട്ടികളുമുണ്ട്. എല്ലാവരും 6 കിലോമീറ്റർ 8 കിലോമീറ്റർ കറങ്ങിയാണ് പോകുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാമെങ്കിൽ നാട്ടുകാർക്കും ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിരിക്കും. വർഷം ഇപ്പം 14 വർഷമായി ഇതിങ്ങനെ ഇട്ടെടുക്കുന്നത്. ഒരു നടപടിയും സ്വീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ചോദിക്കാൻ പറയും ടെൻഡർ വെച്ചിട്ടുണ്ട്, ഇപ്പം ശരിയാവും. ഇപ്പം ഒന്നും ഇതുവരെ ഒന്നും ശരിയായില്ല. ഇത് എന്ന് ശരിയാവോ അറിയത്തില്ല. ശരിയായാലും അത്രയും സുഖമാണ് നമുക്ക് യാത്ര ചെയ്യാൻ. പെട്ടെന്ന് പുല്ലാമല കയറാനും ആനക്കോട്ട് കയറാനും പുത്തൂർ കയറാനെല്ലാം എളുപ്പം ഷോർട്ട് കട്ട് വഴിയാണിത്. ചേട്ടൻ എന്താ പറയുക? ചേട്ടൻ്റെ വീടും കൂടെ എവിടെയാണ്? ഇതെൻ്റെ വീടാണ്. ഇതിപ്പം 2ാമത്തെ ആളാണ് ടെൻഡർ എടുക്കുന്നത്. ഫസ്റ്റ് ആൾ ഇട്ടിട്ട് പോയി. അപ്പോൾ അയാൾ ഇട്ടിട്ട് പോയി. ഇത് ഒരു കോൺട്രാക്ടർ, കൊല്ലത്തുള്ള കോൺട്രാക്ടറാണ്. ഇതിപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവർ ഫണ്ട് കൊടുക്കുന്നില്ലെന്ന്, ഇത്രയും പണിഞ്ഞതിൻ്റെ ഫണ്ട് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ട് പോയത്. പിന്നെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ക്യാൻസൽ ചെയ്തെന്നു. ഇത് എന്താ കറക്റ്റ് അറിയാൻ വയ്യ. ഇങ്ങനെ ഓരോരുത്തരും പറയുന്ന ഓരോന്നാണ് പറയുന്നത്. ഇപ്പോൾ വീണ്ടും എനിക്കൊന്ന് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അലൗഡ് ചെയ്തിട്ടുണ്ട്. അത് ടെൻഡർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി അത് ടെൻഡർ എടുത്തില്ലല്ലേ? 1,80,50,00,000 കണ്ടല്ലയോ ടെൻഡർ ആയത്. അതുവരെ ആരും എടുത്തില്ലെന്നാണ് തോന്നുന്നത്. അതിന് കിടക്കുന്നു 14 വർഷം കൊണ്ട് ഇതിന് കിടക്കുക. കോൺട്രാക്ടർമാർ പറയണത് ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 4-6 മാസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊന്നും എനിക്കത്. അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അതവർ മണ്ണ് മാറ്റിയിട്ട് കോൺക്രീറ്റ് ഇടുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. 4 ബംഗാളികളെ വെച്ചിട്ടാണ് ഈ പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഞങ്ങൾ കണ്ടേക്കുന്ന ഒരു 10 പേര് കൂടുതൽ ഇതിനകത്ത് പെട്ടെന്ന് പണി തീർത്തിട്ടുമില്ല എൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ ഇത് പണിക്കാരെ കിട്ടിയില്ലെങ്കിൽ എല്ലാ ഈ മേഖല നെടുവത്തൂരുകാർ ഇരുമരിങ്ങാട് എല്ലാവരും കൂടെ ചേർന്നിട്ട് തൊഴിലുറപ്പ് ആൾക്കാരെ വിളിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം ഹെൽപ്പായിട്ട് അങ്ങ് പോട്ടെ. അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല.
ഇപ്പോൾ നമ്മളിപ്പം കണ്ടത് പാലത്തിൻ്റെ ദുരവസ്ഥയും നാട്ടുകാരുടെ അഭിപ്രായമാണ്. ഇത് എത്രയും പെട്ടെന്ന് പണി കഴിപ്പിച്ചാൽ ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇത് ഉപകാരപ്രദമാവും. കാരണം ഇവിടുന്ന് പുത്തൂരും എഴുകോൺ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഇതിനുവേണ്ടി അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന.